അപ്പോൾ അതെ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ചെറിയൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ പുറത്താണെങ്കിൽ ഭയങ്കര മഴ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് എന്നിട്ട് ഇപ്പോൾ പോയിട്ടാ. പക്ഷേ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടാ. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഇപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തല്ലോ, സ്കൂൾ തുറക്കാറായപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പൊടിയണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ നിന്ന് ഇപ്പോൾ ചായ കുടിക്കണേ. അപ്പോൾ എന്താണ് നല്ല രസമുണ്ട് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ, നല്ല തണുപ്പത്തിരുന്നിട്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഒരു ഇന്നിപ്പോൾ ഞായറാഴ്ചയില്ല, അപ്പോൾ ചെറിയൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ചായ കുടിച്ചിട്ട് നമുക്ക് ഇക്കാക്കക്ക് വേണ്ടി ഒരു സ്ഥലം വരെയും പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ചായക്ക് കുടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാനത് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. വലിയ റെഡി ആവാനൊന്നുമില്ല, ഇവിടെ അടുത്താണ് കേട്ടോ പോണത്. അടുത്ത് വെച്ചാൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ എന്തായാലും ജസ്റ്റ് സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ എന്താണ് ഇനിയിപ്പോൾ വേഗം റെഡി ആയിട്ട് പോകണം കേട്ടോ. ടൈമും വൈകിക്കാം, കട റെഡി ആയി കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ എന്തായാലും അപ്പോൾ സമയം വൈകാറായി, നമുക്ക് പോവാട്ടോ ഗൈസ്. അപ്പോൾ സ്ഥലം എത്താറായി. പക്ഷേ ഇത്രയും നേരമായിട്ട് ഞാൻ പോകണം എങ്ങനെയാണെന്ന് പറഞ്ഞില്ല ഞാൻ ഇക്കാക്കൊക്കെ. അപ്പോൾ CBSE 10th 90 അപ്പോൾ മാർക്കില്ല, 92%. അപ്പോൾ 90 അപ്പോൾ മാർക്കുള്ളവർക്കൊരു സ്പെഷ്യൽ അവാർഡ് ഉണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം കേട്ടോ. പക്ഷെ നമ്മൾ ടൈം ലേറ്റായി. പിന്നെ ഇവിടെ അടുത്താണ് പരിപാടി, അതാണ് വലിയ സീനില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം സ്പീഡിലാണ് നടക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും വളരെ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുന്നത്. അല്ലാതെ ഒരു പുസ്തകം പഠിച്ച് അത് കാണാപ്പാടാൻ പഠിച്ച ഒരു കുട്ടി മാത്രമല്ല, അതിൽ വിശദമായ രീതിയിൽ നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നിങ്ങളുടെ പഠന മേഖലകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദമായി വിജയം കരസ്ഥമാക്കിയ അൽറയാൻ ഓലിസ്. And tried to fly a little higher. He could have realized his true potential. ഗൈസ് അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാ മോട്ടിവേഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ട്രോഫിയും കിട്ടിയിട്ടാ. ട്രോഫിയില്ല അത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് അപ്പോൾ ഇതേ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഴുതി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടെ ഫ്രണ്ട്സ്. ടൈം കുറച്ച് വൈകിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയതാണ്. അപ്പോൾ ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇക്കാക്ക ബാക്കിൽ ഇക്കാടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ പയ്യൻ തന്നെയാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കിനി എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇക്കാക്ക ഇപ്പോൾ എത്തിയിട്ടില്ല. ഇക്കാക്ക പുറകിൽ പയ്യനെ സംസാരിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഗൈസ്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നേരെ ചായ കുടിക്കണം കേട്ടോ. ഇപ്പം വന്നിട്ടേ ഉള്ളൂ. സമയം 11 മണിയെങ്കിലും സാധാരണ ഞാൻ ഇപ്പോഴൊക്കെ തന്നെ കുടിക്കാറെന്നാലും എന്താണ് ഇപ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ല ഫ്രണ്ട്സ്. അതാണ് ഞാനിപ്പോൾ റൂമിൽ ജനലിൻ്റെ അവിടെ വന്നിരുന്നാട്ടാ കഴിക്കണത്, ഇത്തിരി വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ് ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിനി കഴിക്കാം. ദോശയും ചട്നിയാണ് തന്നെ. അപ്പം ഇനി എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ഞാൻ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അനുരാധയുടെ അടുത്ത് കുറച്ച് നേരം കളിക്കാൻ പോവാം. എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ ഇരുന്ന് വെറുതെ ബോറടിച്ചിരിക്കണ്ടേ. അപ്പോൾ ഞാൻ അനുരാധയുടെ വീടിൻ്റെ ബാക്ക് വശത്തേക്ക് കണ്ടാ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താ ഞാൻ താഴത്തേക്ക് നോക്കി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് ഇവിടെ കുറച്ച് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇവിടെ ഫുള്ള് വെള്ളമാണ്. എൻ്റെ കാല് പകുതി മുങ്ങി. ഇവിടെ അത്രയ്ക്കില്ല. അനുരാധ ഇവിടെ നാട്ടിൽ നിന്ന് ആരോ കോൾ ചെയ്തിട്ട് വിളിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, എന്തായാലും ഫ്രണ്ട്സ് ഈ സൈഡ് നോക്ക്, ഇവിടെ കുറേ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ. എൻ്റെ ഒരു കാല് ഇത്രയും മുങ്ങി. വാ, ഇതിൽ കുറേ വെള്ളമുണ്ട്. സവതേ ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. അനുരാധയും ഉണ്ട്, ഗംഗയും ഉണ്ട്.
അപ്പോൾ എന്താണ് ഞങ്ങൾ ഇവിടെ വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളത്തിൽ താഴത്തേക്ക് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയ മഴ പെയ്തിട്ടാണ് ഇത്രയും വെള്ളം നിറഞ്ഞിട്ടുള്ളത്. പക്ഷേ നല്ല മഴ പെയ്യുമ്പോൾ ഇവരുടെ സ്റ്റെപ്പൊക്കെ നിറയും കേട്ടോ. ആ വീടിൻ്റെ അവിടുത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ ഫുള്ള് നിറയും വലിയ മഴ പെയ്യുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ ചെറിയ മഴ കൊണ്ട് അധികം നിറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇവരുടെ ഫാമാണ് ഗൈസ്. ഫാം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് കോവക്കയുടെ ഇതാണ്. കണ്ടോ കുഞ്ഞി കോവക്ക. ഇവിടെ കുറേ കോവക്കാസൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾക്കും തരാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇതേ കാണുന്നതാണ്. ഇവിടെ ഇഷ്ടം പോലെ മറ്റേ ഡ്രാഗൺ ഫ്ലൈ ഇല്ലേ, ഞാൻ ഡ്രാഗൺ ഫ്ലൈ എന്നാണ് പറയണം. ഓക്കെ, ആ ഡ്രാഗൺ ഫ്ലൈൻ്റെ ബ്ലൂ കളർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നീല കളർ ഡ്രാഗൺ ഫ്ലൈ കാണുന്നത് തന്നെ. പക്ഷെ അതിന് റോക്കറ്റിനേലും സ്പീഡ്. ഫ്രണ്ട്സ്, റോക്കറ്റിനേലും സ്പീഡ് ഫ്രണ്ട്സ്. ഒന്നും എന്താണ് ക്യാമറ വെച്ചൊന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പറന്നിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. അതാണ് എനിക്ക് അതിൻ്റെ മര്യാദക്കുള്ളൊരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് രണ്ടെണ്ണം. അപ്പോൾ ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. എവിടെയാ കണ്ടോ അമ്പോ. ഇപ്പോഴാണ് എനിക്ക് മര്യാദക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റിയേക്കുന്നത്. അപ്പോൾ വെള്ളം ഞാൻ കണക്കാതെ ഇത് എന്താണ് ചന്ദ്രയാൻ 6 ആണെന്ന് തോന്നുന്നു. അല്ല, ചന്ദ്രയാൻ 4, 3 അല്ലേ. അയ്യോ, എന്തോ ചന്ദ്രയാൻ 5 6 എന്തായാലും തോന്നണം. അല്ലടി എന്ത് സ്പീഡിലാണ് പോണേ നോക്ക്. അതെ, ഞാൻ സൂം ആക്കിയിട്ടാണ് ഇത്ര കാണിക്കുന്നത്. അടുത്തേക്ക് പോകാനേ നിവർത്തിയില്ല ഫ്രണ്ട്സ്. ഇത് ഒരെണ്ണം മാത്രമല്ല, 5, 6, 7, 8 എണ്ണം ഉണ്ട്. അമ്പോ പറഞ്ഞു. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല. ഇത് ഫ്രണ്ട്സ് 2 എണ്ണം. എനിക്ക് പേടിയാണ് എൻ്റെ കയ്യിൽ ഫോൺ ഇരുത്തിട്ട്. എനിക്ക് പിന്നെ മഴയൊക്കെ പെയ്ത് കഴിയൂലേ, അപ്പോൾ ഇവരുടെ വീടിൻ്റെ ബാക്ക് വശത്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വെള്ളമൊക്കെ നിറയും. പിന്നെ വലിയ സീനൊന്നുമില്ല കേട്ടോ. ഇവിടെ സ്വിമ്മിങ് പൂൾ പോലെ ഉണ്ട്. എനിക്കിപ്പോൾ നിന്നിട്ട് എനിക്കാണെങ്കിൽ വെള്ളത്തിൽ അടിപൊളിയാണ്. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്താണ്, പക്ഷെ ഇപ്പോൾ പൊടിമഴ പെയ്യുന്നുണ്ട്. ഇപ്പം നിന്നല്ല, ഇത്ര നേരം പൊടിമഴയെങ്കിലും പെയ്യണ്ടായിരുന്നു കേട്ടോ. സോ അമ്പോ ഗൈസ്, ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. കണ്ടോ, ഇത് റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ചേമ്പല. ഇവിടെ എന്ത് വലിയ ചേമ്പലെന്നറിയോ, വാഴലേൻ്റെ അത്രയുള്ള ചേമ്പലയാണ് ഇവിടെ ഉള്ളത്. സോ ഞാൻ കാണിച്ചു തരാം. അനുരാധ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗ എന്നാണ്. ഗംഗ നടക്കണേണ്, അനുരാധ നടക്കണേണ്. എനിക്ക് വെള്ളത്തിൽ അധികം എനിക്ക് വെള്ളത്തിൽ നടന്നിട്ട് അധികം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്യാമറ നല്ല ഷേക്ക് ആവുന്നുണ്ട്, അതെനിക്കറിയാം ഫ്രണ്ട്സ്. പക്ഷേ ട്രൈ ചെയ്യണ്ട കേട്ടോ മാക്സിമം. കേട്ടോട്ടോ, 2 കൃഷിക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ വീടേ കേട്ടാ. അത് കോവക്കയുടെ കൃഷിയല്ല, കോവക്കയുടെ ചെടി ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ പയറല്ലേ, പയർ മീൻസ് ഞങ്ങൾ അച്ചിങ്ങാന്നാ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയാൻ കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ പംകിൻ മത്തങ്ങ, അതല്ലേ മത്തങ്ങ. ഇത് ബംഗാളിലെ ഒരു വെറൈറ്റി ടൈപ്പ് ചീരയാണ് അല്ലേ. ഞാനിത് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഇവർ വന്നതിന് ശേഷമുണ്ട് ഞാനിത് കാണുന്നത് തന്നെ. ആൻഡ് ഞങ്ങൾക്ക് തന്നായിരുന്നു, ഞങ്ങൾ കഴിച്ചു നോക്കി. കുഴപ്പമില്ല ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റ്. സാധാ ചീരയുടെയൊക്കെ ടേസ്റ്റ് തന്നെ. ഞാൻ വീണ്ടും ഡ്രാഗൺ ഫ്ലൈസിനെ കണ്ടു. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഡ്രാഗൺ ഫ്ലൈ. അതും ബ്ലൂ. ഞാൻ ആദ്യമായിട്ട് ഇന്ന് മുതലേ ഞാൻ കാണാൻ തുടങ്ങിയത് ബ്ലൂ. ഈ ഇല കാണുമ്പോൾ എപ്പോഴും ഉള്ള എൻ്റെ ഒരു ക്രേസാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ എടുക്കും, എന്നിട്ട് പൊക്കത്തേക്ക് ഇങ്ങനെ എറിയും. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം നടക്കാൻ ഇറങ്ങാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എൻ്റെ വീട്ടിലേക്ക് ആ വഴിയും വരാം, ഈ വഴിയും വരാം. അപ്പോൾ ഈ വഴി തന്നെ ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഗേറ്റ് വഴിയുണ്ട്, ഈ വഴിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വഴി ഫുള്ള്, അവിടെ അപ്പുറത്തും ഇപ്പുറത്തും പുല്ലായിട്ട് വഴിയുണ്ട്. വഴി ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഈ മരം വെട്ടി കായ്സ്, ഒരു തണലാർന്നിട്ട് ഈ മരം 2 മരമുണ്ട്. ഫുള്ളായിട്ട് വെട്ടിയിട്ടില്ല, ഇവിടുത്തെ കൊമ്പ് വെട്ടി. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് മരം ഓർന്ന് എന്താടി ഈ വിഷമം കാണിച്ചതാണ് അവള്. പക്ഷേ നമുക്ക് ചക്കയൊക്കെ ഉണ്ട്, വലുതായിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ നമ്മൾ നടക്കുന്ന വഴി. പിന്നെ വെള്ളം കണ്ടാത്ത പിന്നെ നമുക്ക് നടന്നേ പറ്റുമല്ലോ, അപ്പോൾ പിന്നെ നടക്കാം. ഇത് എടാ പുല്ലിൽ കൂടെ നടക്കണോ? പുല്ലിലും വെള്ളമുണ്ട്.
പിന്നെ നല്ല വെള്ളമാണ്, ഇത് ചീത്ത വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നടക്കും. ഓ ഓ ഇന്റലിജന്റ്, വെരി ഇന്റലിജന്റ്. ഗൈസ് നോക്ക്, ഞാൻ ഫസ്റ്റ് ഇവിടെ എത്തി ഗൈസ്. അവിടെ എന്താ പറ്റിയത്? വീണ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ആ കറക്റ്റ് ടൈമിങ് അതെ അവിടെ നിൽക്കാക്ക വന്നുണ്ട്. ഹായ് കൊടുത്തിട്ട് പോ, ഹായ് കൊടുത്തിട്ട് പോ. ഹായ് ഇതാണ്ടാ ഹായ് ഹായ്. ഇനി മുതൽ നമുക്ക് പുതിയ ഹായ് ഉണ്ടാക്കാം. ഹായ് ഹായ് ഗൈസ്. ലെല്ലു ലെല്ലു ഹായ്. വാ നമുക്ക് കുറച്ച് നടക്കാനിറങ്ങാം. എന്താ വെച്ചാൽ വീട്ടിലിരുന്നിട്ട് വേറെ പണിയൊന്നുമില്ല, എന്തായാലും ബോറടിച്ചിരിക്കണം. അതിന് നല്ലത് നമുക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങത്തില്ലേ? അല്ലേ 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 അല്ലല്ല, നമ്മ മാത്രോട് ഈ സമയത്ത് നടക്കുക. ഞങ്ങളാണ് ഈ ഉച്ചക്ക് നടക്കാൻ ഇറങ്ങിയേക്കുന്നത്, വേറെ ആരുമില്ല പുറത്ത്. പക്ഷെ ചെനച്ചതാണെന്നാ കുഴപ്പമില്ല, നമുക്ക് ഉപ്പുമാവ് കിട്ടിയിരുന്നായിരുന്നു. ഇല്ല, അത് നല്ലപോലെ പരത്തും. ഫ്രണ്ട്സ്, ഞാനിനി വേറൊരു ചിത്രം കാണിച്ചു തരാം കേട്ടോ. എടാ പിടിച്ചോടാ ഗൈസ്. ഈ മരം ഇല്ല, എൻ്റെ അപ്പുറത്ത് ഇതേ സെയിം മരം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുലിക്കുമ്പോൾ കുറേ വെള്ളം വീഴായിരുന്നു മഴ പെയ്യുമ്പോൾ. ചെറുതായിട്ടുണ്ട്. നേരത്തെ ഞാൻ വന്ന് കുലുക്കിയിട്ട് പോയതാ. ആ ഗംഗ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനും അനുരാധയും കൂടി. നേരത്തെ ഞാനും അനുരാധയും കൂടി വെറുതെ നടക്കാൻ ഇറങ്ങിയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അപ്പം ഞങ്ങൾ ഇത് കുലുക്കി തീർത്തിട്ടാണ് കേട്ടോ വന്നത്. ഗംഗ ഉണ്ടായില്ല. അതിനൊന്നും ഉണ്ടാവില്ലടി, അത് കുഞ്ഞതല്ലേ. ഞങ്ങൾ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രം ഇങ്ങനെ നടക്കണേനെ. പിന്നെ പുറത്തെന്താ അറിയില്ല, നല്ല തണുപ്പുണ്ട് ഇപ്പം. ഉച്ചയാണെന്ന് പറയണേ ഇല്ല അല്ലേ? പിന്നെ വലിയ ഉച്ചയൊന്നും ആയിട്ടില്ല. 12 മണി, അയ്യോ 12ഒക്കെ കഴിഞ്ഞു. 1 മണിയായി. കുഴപ്പമില്ല. അനുരാധയുടെ പാൻറ് കണ്ടില്ല, അടിയിൽ മാത്രം ഒത്തിരി കളർ കൂടുതൽ. അപ്പൊ ഒന്ന് ജസ്റ്റ് വീണതാണ്. ഇവിടെ ഇവിടെ ഒന്നും ഇല്ലടി, കുറച്ചുള്ളൂ. ഇതിലെങ്കിലും ഇതിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സ്റ്റാർ ഫ്രൂട്ടിന്റെ മരമാണ്. നമുക്ക് ഒരെണ്ണം പറിക്കാം. ഉണ്ടെങ്കിൽ അവിടെ കയ്യെത്തൂല, ചെറുതെങ്കിൽ ചെറുത്. പക്ഷെ എനിക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട് ഇഷ്ടമല്ല. മറ്റേത് വേറെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പുളി മധുരം ഉണ്ടാവും. ഇത് ഫുള്ള് പുളിയാ. എനിക്ക് മറ്റേ ചെമ്മിപ്പുളി ഇല്ലേ പച്ച, അതെനിക്ക് കണ്ണി കണ്ടുപിടിക്കുക, അതൊട്ടും ഇഷ്ടമല്ല. അതിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു. അത് എന്താ വെച്ചാൽ അത് കഴിച്ച് മടുത്തതാ. അവിടെ ഇവിടെ ഇവിടെ ഇല്ലടി, തിരിച്ചാ ഞാൻ നിങ്ങൾക്ക് കുറച്ച് തരാം. എനിക്ക് വേണ്ട. വേണ്ടേ? ഞങ്ങളെല്ലാവരും കഴിച്ച് മടുത്തു. വെള്ളം അയ്യോ, ഈ കുഞ്ഞാ പിരിയാ കിട്ടിയത്. എടാ അവിടെ വലുതുണ്ടടാ, അതുണ്ട്. കഴിച്ചോക്കാട്ടാ. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അവിടെ 2 സ്റ്റാർ ഫ്രൂട്ട് പറിച്ച്. ഇത് ഗംഗക്കുള്ളതാണ്. അനുരാധയും വേണമെങ്കിൽ എടുത്തു, എനിക്ക് വേണ്ട. അനുരാധക്ക് വേണ്ടെന്ന് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞ. പെട്ടെന്നാണ് വരച്ച് പറഞ്ഞത്. പക്ഷെ നമുക്ക് വീട്ടിൽ മാങ്ങ ഉണ്ടാ നോക്കണം പോയി. എന്താന്നറിയില്ല. എന്നാ എടുത്തിട്ടോ. ആ എപ്പോഴേലും മതി. അപ്പൊ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി അടിച്ച് നടക്കാനുള്ള മൂഡ് പോയി ഫ്രണ്ട്സ്. ഇനി കുറച്ചൊരു വീട്ടിലേക്ക് പോയിരിക്കണം. എൻ്റെ സൗണ്ട് കുറച്ച് കുറവാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തൊണ്ടവേനൊക്കെ ഉണ്ട്. എന്നിട്ടാണ് വഴിയത്തിറങ്ങി നടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഗേറ്റ് ഓർമ്മടി. ഓക്കെ, നമുക്കിനി വീട്ടിലേക്ക് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചോറിനാൻ വേണ്ടി ഇരുന്നേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറും മോര് കറി
പപ്പടം അച്ചാറും പിന്നെ ബീഫ് കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം ഇനി ഇത് നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എന്തായാലും നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ തേനിയായി ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകണേട്ടാ. അപ്പോൾ കസിൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഇട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അവിടെ പോയി വന്ന് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ചിലപ്പോഴാണ് എടുക്കാൻ പറ്റുക. എന്തായാലും നമുക്ക് വന്നിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ കസിൻ്റെ അവിടെ പോയിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ വൈകുന്നേരം വരാമെന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് നല്ല മഴയായിരുന്നു കേട്ടോ ആ സമയമായപ്പോഴത്തേക്കും പുറത്ത്. അപ്പോൾ പിന്നെ വരാനും കുറച്ച് ലേറ്റായി. ഞാനിപ്പോൾ ഒരു 8:30 ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വൈകുന്നേരം ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോഴത്തെ മഴ കാരണം തന്നെ നാളെ മദ്രസ ഇല്ല ഞങ്ങൾക്ക്. ഇപ്പോൾ അവധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ പോയിട്ട് രാത്രിയിലത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോയിട്ട് ഫുഡ് കഴിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് രാത്രി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് ബീഫ് വെച്ചിട്ടുള്ള എന്തോ സാധനമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം. ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഞാൻ നേരെ കിടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.